ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ റൂമിലൊറ്റയ്ക്കായതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വിളിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും എന്നല്ല, എൻ്റെ പഴയ റൂംമേറ്റ്സ്. അപ്പം അവർക്ക് ഞാൻ എന്താ ഫുഡ് ഉണ്ടാക്കുകയെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ സുഹൃത്തും അജ്മാൻ തന്നെ അറിയപ്പെടുന്ന റെസ്റ്റോറൻറ്റിലെ കുക്കുമായ ഇസ്മായിൽ എന്നുള്ള എൻ്റെ സുഹൃത്തിനെ ഞാൻ വിളിച്ചു. അപ്പം അവൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, ഓക്കെ. അങ്ങനെ ഇന്ന് ഞങ്ങളൊരു അടിപൊളി ചിക്കൻ ബിരിയാണി, മലബാർ ദം ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അടിപൊളി ബിരിയാണി, അടിപൊളി. ഓൾറെഡി ഞാൻ അവൻ്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവനെ ഞാൻ വിളിച്ചതും തന്നെ. നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല അടിപൊളി വീഡിയോ കൂടിയും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നമ്മളെ മലബാർ ബിരിയാണിയാണ്. പിന്നെ ഇതിൽ മുളക് പൊടി കുറച്ച് ഒരു 1.5 സ്പൂണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 സ്പൂണ് തൈര്, പിന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇത് ചിക്കൻ ഫ്രൈ ആക്കുന്നതാണ്. ഓക്കെ, മസാല പിടിപ്പിച്ച ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കാൻ പോവുകയാണ്. വെള്ളത്തിന് കണക്കും അരിൻ്റെ കണക്കൊക്കെ പറഞ്ഞു. പിടിച്ചിരിക്കുന്നത് പിന്നെ 6 ഗ്ലാസ് അരിയാണ് ഈ വട്ടക്ക് കണക്കായിട്ടുള്ള. ഇതിന് നമ്മൾ 1.5 വട്ട വെള്ളം ചേർക്കുന്നതായിരിക്കും. അപ്പോൾ മൂപ്പിക്കാൻ പോവാണ്. കുറച്ച് ഒരു 3 ടീസ്പൂണ് ഓയിൽ വയ്ക്കുക. ഓരോന്ന് ചൂടായതിനു ശേഷം ഓയിൽ ചൂടാൻ തോന്നുന്നു. സവാള ഇട്ടതിന് ശേഷം നല്ലവണ്ണം വിളക്കുക. സവാള നമ്മൾ ഇത് അജ്മാനിലെ ഏറ്റവും മെയിൻ ഷെഫാണ്, അറിയപ്പെടുന്ന ഷെഫാണ്. ഇപ്പോൾ വീഡിയോയിൽ ആദ്യമായിട്ടാണ്, എന്നാലും അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു അഹങ്കാരം എൻ്റെ മുഖത്ത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കണ്ട അടുത്തായിട്ട് നമ്മൾ സവാള ഏകദേശം മൂത്തിക്കുന്നൊന്ന് കുറച്ച് പച്ചമുളക് ചീന്തിയിട്ട് ഇതിലിടുക. അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്തത് അപ്പം ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ആയിക്കില്ല. ഇതൊന്ന് ഈമ നിൽക്കട്ടെ. അടുത്ത നമ്മൾ ഇടാൻ പോകുന്നത് സവാള ഏകദേശം മൂത്തിക്കുന്ന 3 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 3 ടീസ്പൂൺ ഇതിലിടുക. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ടൊമാറ്റോ ഇതിന് ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടുത്തെ മെയിൻ കുക്കായതുകൊണ്ട് കുറേ നിൽക്കും. സവാള മൂത്ത് കഴിഞ്ഞു. അതിന് ശേഷം 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അത് കാശ്മീരി കേട്ടോ. 1 സ്പൂണ് മുളക് പൊടി,
2 സ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ കൂട്ടി മസാല ആക്കി മാറ്റാം. എന്നിട്ട് നല്ല രീതിയിൽ ചിക്കൻ ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കും. കളറായിട്ടോ. 2 ടീസ്പൂൺ തൈരും പുതിനയും കൂടി മിക്സ് ആക്കി വാ അങ്ങനത്തെ ആക്കി കൊടുത്ത ഓഫാക്കണം. ഓഫാക്കാൻ നോക്കില്ല. സൺഫ്ലവർ ഓയിൽ ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കും. ഇതെന്താ? 2 ടീസ്പൂൺ RKG. 2 ഇതിന് ശേഷം കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടി ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. 1/2 ടീസ്പൂൺ ഉപ്പ്. കഴിഞ്ഞു. ഈ അരി ചേർത്ത് കൊടുക്കും. ഇവിടെ തെലുങ്ക് കാര്യമുണ്ടല്ലോ. മസാല ഇടാൻ വേണ്ടിയിട്ട് ചോറ് മാറ്റില്ലേ? ഏതാ സാധനം കയ്യിട്ടൊക്കെ ഇതാവോ? പോലെ റെഡിയാ? ഓക്കെ, ഏകദേശം റെഡി. അടുത്ത നമ്മൾ ബിരിയാണി ദമ്മിടാൻ പോവുകയാണ്. 1 ടീസ്പൂൺ RKG. എന്നിട്ട് മസാല ഇടാൻ പോവാണ്. മസാല ഏതാ മസാല? വിജാതി മസാലയാണ്. മസാല ഇങ്ങനെ. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറ് ചോറിലാവ് പുരി. ഇത് നാളെ കൊടുക്കണേ. നല്ല കുറച്ചുണ്ട്, ഓഫായി ഉണ്ടാവും. കുറച്ച് RKG ചേർത്ത് കൊടുക്കും. മല്ലിപ്പൊടി, ചപ്പും പൊടി, കുറച്ച് യെല്ലോ കളർ, കുറച്ച് പൊരിച്ച ഉള്ളി, അണ്ടിപ്പരിപ്പും കിസ്മിസും. അതിനുശേഷം കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കും. ഈ റോസ് വാട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്മെല്ല്, ബിരിയാണിയുടെ സ്മെല്ലുണ്ട് റോസ് വാട്ടർ. രണ്ടാമത് പിന്നെ തട്ടിക്കഞ്ഞ് നമ്മുടെ ബിരിയാണി ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബിരിയാണി ഉണ്ടാക്കി നമ്മുടെ സുഹൃത്തായ ഇസ്മായിലാണ്. ബിരിയാണിയെ കുറിച്ച് അഭിപ്രായം പറയുന്നത്, ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കാൻ. ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ബിരിയാണി മലബാർ ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ സിമ്പിളാണ്. പിന്നെ
പെട്ടെന്ന് കഴിയും. എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഉള്ളി നാളണം സവാള നാളണം വാട്ടിയെടുത്തിട്ട് പിന്നെ ചോറ് വേവിച്ചതിന് ശേഷം സവാളയും ഈ ചിക്കൻ ഫ്രൈയും എല്ലാം ആക്കി ദമ്മിട്ടതിന് ശേഷം റോസ് വാട്ടറും പിന്നെ ഉള്ളി വാട്ടിയതും കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം ഓഫാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പമുള്ള പരിപാടിയാണ്. പിന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ വരും, അവർ ഇതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ഷെയറാക്കണം.